അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ഇസ്ലാമിന്റെ വെളിച്ചത്തെ കൊടുത്ത വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മോട് പറയാണ്, കല്ല, നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ പോവുകയില്ല. ഇദാ ദുഃഖത്തിൽ അർളു ദക്കന ദക്കാ, ഈ ഭൂമി കിടുകിടാ വിറച്ച് പപ്പടം പോലെ പൊടിക്കപ്പെടുന്ന ദിവസം, സഹോദരങ്ങളെ, യാതൊരുവിധ സംശയമില്ലാത്ത പരലോകത്തിന്റെ ദിവസം. പരലോകം എന്നത് സങ്കല്പികതയല്ല. MBBS പാസായ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ആ വിദ്യാഭ്യാസമുള്ളവരാണ് പരലോകത്തെ തെറ്റിദ്ധാരണയോടെ മനസ്സിലാക്കിയിട്ട് പടച്ചതമ്പുരാൻ ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു ജീവിതത്തെ അവസാനിപ്പിക്കാൻ അരുണാചലിലേക്ക് കയറിയത്. അവര് വിവരമില്ലാത്തവരല്ല, അവര് ബോധമില്ലാത്തവരല്ല. ആരൊക്കെയോ പടച്ചുവിട്ട നിഗൂഢ സംഘങ്ങളുടെ ഇരുട്ട് റൂമിലെ ഈ വലിയ സന്ദേഹങ്ങളെ, അപസർപ്പക കഥകളെ വിശ്വസിക്കാൻ മാത്രം ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒരുക്കി കൊടുത്ത കളമാണത്. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത. ആത്മഹത്യ ചെയ്യുകയാണ് എന്തിനെന്നറിയുമോ? പെട്ടെന്ന് പരലോകത്തേക്ക് ചെല്ലാൻ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഓമൻ ഖതല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഫഹുവ യതറത്താ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ, നാളെ നരകത്തിൽ അവൻ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്ത് നരകത്തിൽ അവൻ കുടിക്കുന്നത് അതേ വിഷദ്രാവകമായിരിക്കും. പെങ്ങളെ, ആത്മഹത്യ ചെയ്യാനല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല. പടച്ചവനെ, സുഖമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ദുഃഖമാണെങ്കിലും അൽഹംദുലില്ലാഹ്, പട്ടിണിയാണെങ്കിലും പടച്ചറബേ നീ നിശ്ചയിച്ചതല്ലേ. ആ രീതിയിലുള്ള ഈമാൻ ഉണ്ടായി നാളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിശ്ചയമാണ്. ഏറ്റവും വലിയ അത്ഭുതമേതെന്നറിയോ? പരലോകത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ ഖുർആനിന്റെ അവസാനത്തെ ജുസ്ഇലാണ്. 30ാമത്തെ ജുസ് അമ്മയതസാലൂൻ, അമ്മയിലാണ് പരലോകത്തെ കുറിച്ചുള്ള മിക്കവാറും പ്രഖ്യാപനം അവിടെയാണ്. ഇത് ഖുർആൻ ഒരു വലിയ ന്യൂമറിക് അത്ഭുതമാണ്. ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്നത് ഖുർആന്റെ അവസാനത്തിലാണ്. ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ച് കൂടുതലും പറയുന്നത് ഖുർആന്റെ ഒടുക്കത്തിലാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ആ മഹാസ്ഫോടനത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? വമാ അദ്റാക മൽ ഖാരിഅ, ലോകത്ത് നടക്കുന്ന മഹാസ്ഫോടനം ഏതെന്നറിയോ? അന്നത്തെ ദിവസമാണ് യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഈ ആളുകൾ മുഴുവനും, മനുഷ്യർ മുഴുവനും ഈയാമ്പാട്ടകളെ പോലെ ആകാശത്തൂടെ പറന്ന് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ലഘുവായി പറഞ്ഞാൽ, ഗ്രാവിറ്റി നഷ്ടപ്പെട്ട്, ഭാരം നഷ്ടപ്പെട്ട് ജനങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുമത്രേ. ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ. ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ജനങ്ങൾ അങ്ങനെ ചെയ്യാൻ പാറ്റേ പോലെ പറക്കും. ഗ്രാവിറ്റി പോയാൽ പോയി. മോളിൽ നിന്നുള്ള ആപ്പിള് കീഴ്പോട്ട് വീണത് എന്തുകൊണ്ടാണ്? ഐസക് ന്യൂട്ടൻ പറഞ്ഞു, ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്. ഭൂമി ഒരു വസ്തുവിനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അതിനാണ് ഗ്രാവിറ്റി എന്ന് പറയാം. നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് ഈ പണ്ടാരെന്ന് മനസ്സിലായി. അന്ന് ലൂക്കാസാറ് മൂലമറ്റ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രാവിറ്റി മനുഷ്യനെ ഇടങ്ങാറ്. സത്യത്തിൽ മാത്തമാറ്റിക്സ് ഇല്ല, ഞാൻ 10ാം ക്ലാസ് പഠിച്ച ഉസ്സാഗ ലസാവ് ഇന്നേ വരെ ഈ സാധനം ഞാൻ സ്വപ്നത്തിൽ പോലും കളിക്കും. എന്താ ഈ ഉസ്സാഗ ലസാവ്? പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഒന്നുമില്ല. പിന്നെ വലിയ കണക്കിലോട്ട് പോണവർക്ക് അതൊക്കെ ഉണ്ടാവും. ഉസ്സാഗയും ലസാവൂനും ഈ അടി കിട്ടിയ കണക്ക്. A plus b the whole square equal to a square plus b square plus 2ab. അന്ന് നടത്തിയത്. പക്ഷെ പിന്നീട് അതിനകത്ത് വലിയ നിരാശ. പിന്നീട് ഇപ്പോ തോന്നാറുണ്ട്, പടച്ചോനെ അത് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല. എന്റെ ഉസ്താദന്മാരൊക്കെ എന്നോട് പറയുന്നത് നിനക്ക് നല്ല ബുദ്ധി പടച്ചോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഹാഫിളാവാ.
7 മാസം കൊണ്ട് ഹാഫിളായി. 7 മാസം. എല്ലാരും എന്നോട് പറഞ്ഞു കൊടുക്കത്ത ബുദ്ധിയാ, നീ ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോകും. അന്ന് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ വല്ലാത്ത നിരാശ, ഭയങ്കര നിരാശ. പക്ഷേ ഇനി പിടിച്ചാൽ കിട്ടൂലല്ലോ. ഇനിയിപ്പോ അവിടെ പോയി പഠിക്കാൻ ONV പാടിയതുപോലെ മോഹം ഉണ്ടെന്ന് PG ഒക്കെ എടുക്കാൻ. പക്ഷെ വെറുതെ ഈ മോഹം എന്നറിയപ്പെടും, വെറുതെ മോഹിക്കുവാൻ മോഹം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കിട്ടണ സമയത്ത് നന്നായിട്ട് പഠിക്കും. ഞാനിത് പറഞ്ഞു നോക്ക്, പഠിക്കാതിരിക്കും. പരമാവധി പഠിക്കണം. എന്ത് പഠിക്കണം? എന്ത് പഠിക്കണം? എന്താ പഠിക്കേണ്ടത്? എന്താ നിങ്ങൾ പഠിക്കണത്? ജലത്തിൽ നിന്ന് ജീവനുണ്ടായി അല്ലേ? സയൻസ് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ? ജലത്തിൽ നിന്ന് ജീവനുണ്ടായി. എല്ലാ ജീവന്റെയും അടിസ്ഥാനം എവിടെയാണ്? ജലമാണ്. ഇതാണ് സ്കൂളുകളിൽ യൂറോപ്യന്റെ പാഠപുസ്തകത്തിലെ പാഠം. ജലത്തിൽ നിന്ന് ജീവനുണ്ടായി, ശരിയല്ലേ? പക്ഷെ ഇവിടെ ജീവനുണ്ടാകാൻ 2 ഘടകം പോരാ. ജലവും ജീവനും മാത്രം പോരാ. പിന്നെ ആര് വേണം? ഇതുണ്ടാക്കിയ ഒരു വാള് വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖലഖ കുല്ല ശൈഇൻ വല്ലാഹു ഖലഖ കുല്ല ശൈഇൻ മിമ്മാ. അല്ലാഹുവാണ് ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടാക്കിയത്. ജലവും ജീവനും മാത്രമുണ്ടായി ജീവൻ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ ആര് വേണം? അല്ലാഹു വേണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം അല്ലാഹനെ മറപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് അല്ലമീ സ്കൂളിൽ അടുത്ത വർഷം മുതൽ ഖുർആൻ കൂടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ കുട്ടികൾ അതും പഠിക്കണം, ഇതും പഠിക്കണം. ഒന്ന് മാത്രം പോരാ, ഭൗതികത മാത്രം പോരാ. അതിന്റെ കൂടെ എന്ത് കൂടി പഠിക്കണം? ഭൗതികത മാത്രം പോരാ, അതിന്റെ കൂടെ എന്തും പഠിക്കണം. രണ്ടും വേണം. ഭൗതിക വിദ്യാഭ്യാസം പരമാവധി പഠിപ്പിക്കണം എന്ന ആശയക്കാരനാണ് ഞാൻ. രണ്ട് വിദ്യാഭ്യാസം. ഉച്ചവരെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ സ്കൂളിലെ റെഗുലർ ക്ലാസ്സാണ്. 8ാം ക്ലാസ് മുതൽ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ. ഐ ഹാവ് എ ഡ്രീം. എന്റെ ഒരു സ്വപ്നമാണ് ഒരു 10 എണ്ണമെങ്കിലും ഹാഫിളായ ആലിമായ IAS കാരൻ. രണ്ടും വേണം, ഒന്ന് മാത്രം പോരാ. രണ്ടും വേണം, അതില്ലാതെ പറ്റില്ല. E=mc² എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദ്രവ്യ പരിവർത്തന സിദ്ധാന്തമുണ്ട്. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാവും. ഇതാണ് സ്കൂളിൽ പഠിപ്പിക്കുക. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ നമ്മളിവിടെ സമൂസയുടെ ഉള്ളിൽ ഗ്രീൻ പീസ് ആണോ കോഴിയാണോ നോക്കി നമ്മളിപ്പോഴും നടക്കാം. നമുക്കിപ്പോഴും നമ്മളാ കറങ്ങണ ഷവർമയിൽ നിന്ന് വിട്ടിട്ടില്ല. നമ്മളിപ്പോഴും ഷവർമയുടെയും എന്താ ചിക്കൻ മുക്ലായി, ചിക്കൻ അൽബാമും, ചിക്കൻ മുഖാലമത്തുൽ ഖവാരിസി, ചിക്കൻ ഖിയാമുൻ ബിൻ നഫ്സ്, അങ്ങനെ കുറെ പേരിട്ട് നമ്മൾ അതിന്റെ പുറകിലാണ്. E=mc². ഒരു ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാവും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം 1 സെക്കൻഡ് കൊണ്ട് വന്നത് ആ തിയറി അനുസരിച്ച്. അത് നമുക്ക് പിന്നെ പറയും. ഖുർആൻ എന്ന് പറഞ്ഞൊരു മഹാസാഗരമാണ്. പഠിക്കും മനുഷ്യന്മാരെ, പഠിക്കാൻ ശ്രമിക്കും. ചെറുപ്പത്തിലെ പഠിക്കും, ഖുർആൻ പഠിക്കും. അതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം വേറെയില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാവും. ആ കിട്ടിയ ഊർജ്ജം എന്ത് ചെയ്യണം? അത് സയൻസ് പറയൂല. ആ കിട്ടിയ ഊർജ്ജം നിന്റെ സമൂഹത്തിനെതിരെ വിനിയോഗിക്കരുത്. അത് പാപമാണെന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ. ഊർജ്ജം കിട്ടുന്നത് എവിടെ? അവിടെ തിയറി അവസാനിക്കരുത്. അത് നിന്റെ സഹോദരനെതിരെ ഉപയോഗിക്കരുത്. ആ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറിയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കോടിക്കണക്കിന് ആളുകൾ തന്റെ തിയറി ഉപയോഗിച്ച് ആറ്റം ബോംബുണ്ടാക്കി മനുഷ്യൻ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ നെഞ്ചടിച്ച് നിലവിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, അടുത്ത ദൈവത്തിൽ ഒരു ചെരുപ്പൂത്തിയായി ജനിച്ചാലും ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് ജനിക്കണ്ട. കാരണം എന്റെ തിയറി ദുരുപയോഗം ചെയ്യപ്പെടരുത്. അതിന് ആത്മീയ വിദ്യാഭ്യാസം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആത്മീയ വിദ്യാഭ്യാസം അല്ലാഹു നൽകട്ടെ. എൽഎംഇ സ്കൂളിൽ അടുത്ത വർഷം മുതൽ സിലബസിൽ ഇതിന്റെ കൂടെ നമ്മളൊരു ഖുർആനും കൂടെ പഠിപ്പിച്ചൊരു ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കും. ഞാൻ കുറ്റപ്പെടുത്തിയില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പറഞ്ഞാണ് അങ്ങനെ കൊടുക്കണം. നമ്മുടെ സ്കൂളല്ലേ അല്ലമീ സ്കൂൾ. അല്ലമീ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ വളരുന്ന മക്കൾ അല്ലമീനാകണം, വിശ്വസ്തരാകണം. അതാണ് അല്ലമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലമീനാവണ്ടേ യാ സഫവത്തൽ ഇബാദി മുത്ത് റസൂലേ അമീന പെറ്റ അല്ലമീനായി വന്നേ. ആമിന ബീവി പെറ്റ അല്ലമീനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി ലോകത്തോട് പറഞ്ഞു കൊടുത്തു നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. വസീകൽ കല്ലാ ഇദാ ദുഃഖത്തിൽ റബ്ബു ദക്കന ദക്കാ വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ. മലക്കുകളെല്ലാം സഫ് സഫായി നിൽക്കുന്നു. വജീഅ യൗമൈദിൻ ബിജഹന്നം. ആ സമയത്ത് കത്തിക്കാളുന്ന നരകത്തെ നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുവരും. ആ നരകത്തിന് 70,000 കൊളുത്തുകളുണ്ട്. ഓരോ കൊളുത്തുകളിലും 70,000 മലക്ക് വെച്ച് ആ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകം ഇങ്ങനെ ആഞ്ഞു വിളിക്കും, വ്യഭിചരിച്ചവനെവിടെ, മദ്യപിച്ചവനെവിടെ, ഈ ലോകത്തെ തിന്മകൾ ചെയ്തവനെവിടെ, മറ്റുള്ളവരെ പരിഹസിച്ചവനെവിടെ, അഭിമാനത്തെ പിച്ചു ചീന്തിയവനെവിടെ, കളവ് പറഞ്ഞവനെവിടെ, പരദൂഷണം പറഞ്ഞവനെവിടെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചവനെവിടെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചവനെവിടെ. പെങ്ങളെ എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് മുറിഞ്ഞു പോയത്. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയ്. തിരുനബിയുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി. തിരുനബി പറഞ്ഞ മനുഷ്യന് 2 ദിവസം കൂടി ആയുസുള്ളൂ, അത് കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും. അത്ഭുതത്തോടെ 2 ദിവസം കഴിഞ്ഞാലും മരിച്ചൊടുങ്ങുന്ന മനുഷ്യനെ നോക്കുമ്പോ മാസങ്ങൾക്ക് ശേഷം അയാൾ ജീവനോടെ തിരിച്ചു നടക്കുന്നത് കണ്ടപ്പോ അനുയായികൾ ചോദിച്ചു, തിരുദൂതരെ എന്താണ് ഈ മനുഷ്യന് 2 ദിവസം കഴിഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ലല്ലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇയാളാ പോകുന്ന വഴിയിൽ അതേവരെ മുറിഞ്ഞു പോയൊരു കുടുംബ ബന്ധത്തെ അയാൾ ചേർത്ത് വെച്ചപ്പോ അല്ലാഹു ആ മനുഷ്യൻ ആയുസ് നീട്ടിക്കൊടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. ഈ റമളാനിൽ പോലും കണ്ടാണ്ടാത്തവർ ഉമ്മ മകളോട്, മകളുമ്മയോട്, മരുമകളമ്മായിയമ്മയോട്, അമ്മായിയമ്മ മരുമകളോട്, നാത്തൂരോട്, പെങ്ങളോട് എന്തിനാണ് സഹോദരി എച്ചിക്കഥ പറഞ്ഞ് വെറുതെ നിസ്സാരമായ കഥകൾ? ഇന്നലെയും ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു വീടിന് വേണ്ടി ദുആ ചെയ്യണേ. എന്തിനാണ് വീട് വെക്കുന്നതെന്ന് അറിയോ ഉസ്താദേ? ഇല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. രണ്ടാളൊരാളെ നഷ്ടപ്പെടണമെങ്കിൽ വാടകക്കെങ്കിലും ഒരു വീടെടുത്തു മാറണം സഹോദരി. മരിച്ചു പോകുന്ന ആയുസ്സിൽ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെന്നാണ് പെങ്ങൾക്ക് പച്ചോളം കൊടുത്ത കഥ, പെങ്ങടെ മോളെ കല്യാണത്തിന് അരപ്പവൻ കൊടുത്ത കഥ, അല്ലെങ്കിൽ ഭാര്യയുടെ അനുജത്തിയെ സഹായിച്ചത് അമ്മായിയമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവിന്റെ പെങ്ങളെ സഹായിച്ചത് ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടി തിന്നണമെന്ന ബോധത്തോടെ കൂട്ടിവച്ചാൽ എത്ര തിന്നാനാണ്? ഈ അഹങ്കാരം ഏതുവരെ? ഈ അഹങ്കാരവും ചാട്ടവും ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ വെക്കുന്നവര് വരെ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടടുത്തിരിക്കുമ്പോ പറയാൻ സമയമില്ലല്ലോ സഹോദരി. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് റമളാൻ, എന്ത് തറാവീഹ്, എന്ത് ലൈലത്തുൽ ഖദർ, 1000 ലൈലത്തുൽ ഖദർ ഒന്നിച്ചു വന്നാലും കുടുംബ ബന്ധം മുറിച്ചവന് അതിനെക്കുറിച്ച് പ്രതീക്ഷ വേണ്ട. കുടുംബ ബന്ധം മുറിച്ചവനെ നാളെ അല്ലാഹു 3 പേരുടെ മുഖത്തേക്ക് പടച്ചവൻ നോക്കുക പോലുമില്ല. അതിലൊരാൾ കുടുംബ ബന്ധം മുറിച്ചവനാണ്. പെങ്ങളെ, ഞാൻ കാരണമാണോ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെടുന്നത്? ആ പാതകം നീ ജീവിതത്തിൽ തീർത്തു പോവുകയില്ല. ഞാൻ കാരണമാണോ ഒരാങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെട്ടത്? ആ പാതകം നിനക്ക് തീർത്താൽ തീരില്ല കേട്ടോ. ഞാൻ കാരണമാണോ ഒരു പെങ്ങന്മാര് തമ്മിൽ എന്റെ ഭാര്യ സഹോദരിയും മിണ്ടാത്തത്? ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണം, ആ ബന്ധങ്ങൾ വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടൊപ്പം മദീനയിലിരിക്കുമ്പോ
ഒരു പെണ്ണ് വന്നിട്ട് ബഹളമുണ്ടാക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം. സഹാബത്ത് തടഞ്ഞു നിർത്തി, പറ്റില്ല. ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ ഉള്ളിൽ വലിയൊരു ചർച്ചയിലാണ്. അല്ല എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം. ഒരു സ്ത്രീയാണ് വന്നത്. അവസാനം ഈ ശബ്ദകോലാഹലം കേട്ടപ്പോ പള്ളിക്കുള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു ചോദിച്ചു, ആരാണ് ഇവിടെ ശബ്ദമുണ്ടാക്കുന്നത്? നബിയെ, അങ്ങയെ കാണാമെന്ന ഒരു പെണ്ണാണ് നബിയെ. ആ സമയത്താണ് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്, അല്ല യാ റസൂലല്ലാഹ്, ഞാനൊരു സാധാരണ പെണ്ണല്ല, അനൗഖുതുക ശൈമാ, ഞാൻ അങ്ങയുടെ പെങ്ങളായ ശൈമയാണ് കേട്ടോ. ഹബീബേ, ഞാൻ അങ്ങയുടെ പെങ്ങളായ ശൈമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കേട്ടപ്പോ പൊന്നാങ്ങളെ ചാടി എഴുന്നേറ്റു. പെങ്ങളുടെ സൗണ്ട് കേൾക്കാൻ ഹൃദയത്തിന് സ്നേഹം വരാത്ത ആങ്ങളേടാ. ഒരു പെങ്ങൾ വിളിക്കുന്നത് കേട്ടാൽ ഹൃദയത്തിൽ സന്തോഷം വരാത്ത ഒരു ആങ്ങളേടാ. മരിച്ച സമയത്ത് ഉപ്പ കയ്യിലേൽപ്പിച്ചു പോയതാണ്, ഉമ്മ കയ്യിലേൽപ്പിച്ചു പോയതാണ്. ഒരു പെങ്ങൾ വിളിച്ച ഹൃദയത്തിന് ദുഃഖമില്ലാത്ത ആങ്ങളേടാ. എനിക്ക് കരച്ചിൽ പോലെ എനിക്ക് പെങ്ങളില്ലാത്ത ഹബീബ് എച്ചിക്കണക്ക് പറഞ്ഞ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്നവർ ഒന്ന് മനസ്സിരുത്തി. ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റു. ആരാധി ശൈമയോ? പള്ളിയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന് അല്ലാഹുവിന്റെ റസൂൽ വന്ന് കയ്യിൽ പിടിച്ചു. ശൈമാ, കണ്ടെത്ത നാളായി മോളെ. ആരാണതെന്നറിയോ? നേരെ കൊണ്ടുവന്നിരുത്തി സഹാബത്തിനോട് ചോദിച്ചു, ആരെന്നറിയോ? ഇതെന്റെ പെങ്ങളാണ്, എന്റെ കൂടപ്പറപ്പാണ്. സഹാബത്തിനോട് അഭിമാനത്തോടെ പറഞ്ഞു, എന്റെ കൂടപ്പറപ്പായ പെങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള പെങ്ങളല്ല. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും ഒരു പ്രായത്തില് ഹലീമ ബീവിയുടെ മോളാണ്. ഇവര് രണ്ടുപേരും ഒരു ഉമ്മയുടെ മുലപ്പാല് കൂടി ബന്ധത്തില് പെങ്ങളാണ്, യഥാർത്ഥ പെങ്ങളല്ല. ഒരേ ഉമ്മയുടെ മുലപ്പാല് ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് കുടിച്ച ബന്ധത്തിലെ പെങ്ങളാണ്. കൊണ്ടുവന്നിരുത്തി ആവശ്യത്തിന് ഭക്ഷണങ്ങൾ കൊടുത്തു. സഹാബത്തെടുത്തപ്പം വേണ്ട കാരക്കെടുത്ത് പെങ്ങൾക്ക് കുരു പൊട്ടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കൊടുത്തു. കുറെ കഴിയുമ്പം വിശേഷങ്ങൾ പറഞ്ഞ്, ശൈമാ, എവിടെയായിരുന്നു ഇതുവരെ? എന്തേ ഇതുവരെ നീ എന്നെ കാണാൻ വരാത്തത് പെങ്ങളെ? അവസാനം വെയിൽ വന്നപ്പോ വല്ലാത്ത വെയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂല് കുടയെടുത്തിട്ട് ആ കുട നിവർത്തി തന്റെ പെങ്ങൾക്ക് കുട ചൂടിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ചൂടിക്കൊടുക്കാൻ വേണ്ട. എന്റെ കൂടപ്പറപ്പിന് ഞാനല്ലാതെ പിന്നെ ആരെ തണല് കൊടുക്കാനാണ്? തന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് കുട ചൂടിക്കൊടുത്ത് ഭക്ഷണം കോരിക്കൊടുത്ത് നബി മുഹമ്മദ് മുസ്തഫ. അവസാനം വർത്താനം പറഞ്ഞ ആങ്ങളയ്ക്കും പെങ്ങൾക്കും സമാധാനം വന്നില്ല. അവസാനം യാത്ര പറയുമ്പോ പറഞ്ഞു, ശൈമാ, നീ പോകേണ്ട പെങ്ങളെ, എന്റെ കൂടെ മദീനയിൽ താമസിക്ക്. മുഹമ്മദ് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ശൈമാ ബീവി പറഞ്ഞു, ഇല്ല നബിയേ, എന്റെ ഭർത്താവും മക്കളും വീട്ടിലുണ്ട്, അങ്ങ് വന്ന് കാണാമെന്നതാണ്. അവസാന ശൈമാ ബീവിയെ യാത്ര അയക്കുന്ന നേരത്ത് ഹബീബായ നബി തങ്ങൾ തന്റെ പെങ്ങൾക്ക് ദീർഘകാലത്തിന് ശേഷം കണ്ടപ്പോ പെങ്ങൾക്കൊരു സമ്മാനം കൊടുത്തു വിട്ടു. എത്രയെന്നറിയോ? അത് കേട്ടാൽ ചിലപ്പോ നിങ്ങൾക്ക് അറ്റാക്കുമെന്ന് മരിച്ചു പോകും. നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് കൊടുത്തതെങ്കിൽ 100 ഒട്ടകത്തെയാണ് തന്റെ പെങ്ങൾക്ക് കൊടുത്തു വിട്ടത്. 100 ഒട്ടകത്തെ. അന്നത്തെ അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പാദ്യം ചുവന്ന ഒട്ടകങ്ങളാണ്. 100 ചുവന്ന ഒട്ടകങ്ങളെ തന്റെ പെങ്ങൾക്ക് കൊടുത്ത് മദീനയുടെ അതിർത്തി വരെ യാത്രയാക്കി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരിമാരെ, വെക്കേഷനായി ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഇപ്പൊ വെക്കേഷനായി പെങ്ങളും പെങ്ങളുടെ മക്കളും വീട്ടിലേക്ക് വരുന്നുണ്ട്. ആങ്ങളയുടെ വീട്ടിൽ
വിരുന്നു വരാന്, ഉമ്മാന്റെ കൂടെ ഒരു ദിവസം നിൽക്കാന്. നിങ്ങളുടെ പെങ്ങളും മക്കളും വന്നാല് വീട് വൃത്തികേടാകും. ഡൈനിങ് ടേബിളിൽ ഒരു വലിച്ചു വാരിയിടും. അള്ളാഹു ചേർത്ത് വെച്ച കുടുംബ ബന്ധങ്ങളെ എച്ചിലിന്റെ കണക്ക് പറഞ്ഞിട്ട് അകറ്റി നിർത്തുന്നവരെ നിങ്ങൾക്കറിയുമോ? അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കുകയില്ല. ഒരാങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കൂടപ്പറപ്പിന്റെ ബന്ധത്തെ നിങ്ങൾ തളിച്ചു കളയരുതേ. ആ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ. കുടുംബ ബന്ധം മുറിച്ചവനെവിടെ എന്ന് നരകം വിളിച്ചു ചോദിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അറിയ മനുഷ്യന്മാരെ, ചേർക്കണ്ടേ കുടുംബമുണ്ടോ? കുടുംബം ചേർക്കണ്ടേ? വേറെ എന്ത് തലേമയും അറിഞ്ഞിട്ടും പർദ്ദയുണ്ടോ ഉണ്ട്, നിക്കാബുണ്ടോ ഉണ്ട്, സുജൂദുണ്ടോ ഉണ്ട്, നിക്കാറുണ്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഗൂഗിൾ പേ ഒന്ന് കാണിച്ചാൽ എനിക്കല്ലേ അറിയാം പെങ്ങൾ മോടെ കല്യാണം അങ്ങ് പണ്ടൊക്കെ കൊടുത്താൽ ഇപ്പൊ ഗൂഗിൾ പേ ആണ്. ഞാൻ അറിയൂ, പണ്ടൊക്കെ പോക്കറ്റിന് ഞാൻ നോക്കിയിരുന്നു. എന്തിനാണ് പെങ്ങളെ, എവിടേക്ക്, എങ്ങോട്ട് കൊടുത്താലേ വിശാലതയുണ്ടാവൂ, കൊടുക്കുന്ന കിണറ്റിലെ ഉറവയുണ്ടാവൂ. ബന്ധങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ ഈ എച്ചിലിന്റെ കണക്കുകൾ പറയുന്നത് നിർത്തണേ. എന്നിട്ട് അഭിമാനമുള്ള തറവാടി പെണ്ണിനെ പോലെ ജീവിക്കണേ. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നിലനിർത്തണം. എന്റെ കുടുംബ ബന്ധത്തെ ഞാൻ നിലനിർത്തും. നമ്മൾ കാരണത്താൽ നമ്മുടെ ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതാക്കരുത്. എന്റെ കാരണത്താൽ നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ കാരണത്താൽ ഞാൻ എത്ര വേണമെങ്കിലും സഹിച്ചോളാം. പക്ഷേ നിങ്ങൾ എന്റെ പേര് അള്ളാന്റെ കോപം വാങ്ങിക്കരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനകത്തേക്ക് പോയ സമയമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവും തമ്മിലുള്ള ബന്ധം ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും സ്നേഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ എത്ര പേരുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദാ സഫിയത്തുൻ മൈമൂനത്തുൻ വ റംല ഹിന്ദും വ സൈനബൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർളിയ. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലാണ്. ബാക്കിയുള്ള ഭാര്യമാര് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന് ആയിഷയോട് സ്നേഹം കൂടുതലാണ്. അതൊന്ന് നിർത്തിയേ മതിയാവൂ, അതൊന്ന് നിർത്തിയേ മതിയാവൂ. ബാക്കി 11 പേരും ഒരുമിച്ച് കൂടി ആയിഷയോട് സ്നേഹമൊന്ന് നിർത്താൻ പറയണം മുത്തുനബിയോട്. ആരാ പറയാ? പൂച്ചക്കാരാ മണി കെട്ടുക. ബാക്കി എല്ലാ ഭാര്യമാരും ഈ കാര്യത്തിൽ ഒന്നിച്ചു കൂടി. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ പട്ടാളക്കാരൻ അയാൾ 2 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അതൊന്നും ആരും ചിന്തിക്കേണ്ട. രണ്ടുപേരെ ഉംറയ്ക്ക് തവാഫ് ചെയ്യാൻ തവാഫ് ചെയ്തപ്പോ 3ാമത്തെ തവാഫ് കഴിഞ്ഞപ്പോൾ 2 ഗ്രഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. 2 ഭാര്യമാരും തമ്മിൽ അടിയായി. പാവപ്പെട്ട ഭൂമി വന്ന് കരഞ്ഞ് നിലവിളിച്ച് 2 ഭാര്യമാർ ഇപ്പൊ നാട്ടിൽ പോകും. തവാഫും കണ്ടു. അപ്പൊ ആരോ ഒരു അമീർ പറഞ്ഞാലും ചാരിമൂടുകയാണ്. എന്ത് ചെയ്യും? നമ്മുടെ താഴത്തെ നിലയിൽ ഞാനൊരു 10-700 പേര് വേണ്ടി ഉംറയ്ക്ക് പോയിട്ട് നമ്മുടെ ഗബീർ ബാക്കി വേണ്ട അത് എന്നൊരു ഹിക്മക്ക് പറഞ്ഞുതരാൻ എനിക്ക് പോകാൻ ഞാൻ എന്റെ എടുക്കും. അയാൾ ഉസ്താദെ ഞാൻ അതിർത്തിയിൽ കാവൽ എന്നൊരു പട്ടാളക്കാരൻ ഒക്കെ എന്റെ പൊന്നു ഉസ്താദെ ഞാൻ തോറ്റ 2 പട്ട എതിർ സൈന്യത്തിന് മുമ്പിൽ എന്റെ 2 ഭാര്യമാരും ഒന്ന് ഒന്നിച്ചാവാൻ എന്തെങ്കിലും ഒരു സലാത്തോ ദിക്റുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്റെ പൊന്നു ഹബീബേ, ഈ 2 പേരും തമ്മിൽ ഒരേപോലെ നിൽക്കാൻ ഒറ്റ വഴിയോ ചാടി എഴുന്നേറ്റ് എന്താ ഉസ്താദ്? ഞാൻ 3ാമത് ഒന്നുകൂടി നിങ്ങൾ കെട്ടുക. അതിനെതിരെ ഈ 2 എണ്ണം ഒരുമിച്ച്, അല്ലാതെ ഈ 2 എണ്ണത്തെ ഒരുമിച്ച് കൂട്ടല് വലിയ പാടാണ്. 3ാമത് ഒന്നുകൂടി വന്നാൽ അതിനെ പുകയ്ക്കാൻ 2 കൂടി ഒരുമിച്ച് കൂടാം. ഇത് ഹബീബിന്റെ ഭാര്യമാർക്കുമുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നീ ഉപ്പാനോട് പറ ഞങ്ങളോട് സ്നേഹം കുറയ്ക്കരുതെന്ന് ആയിഷയോട് സ്നേഹം കുറയ്ക്കാൻ പറ. ഇത് ഞാൻ പറയുന്നത് യുക്തിവാദികൾ പറയുന്നൊരു ചോദ്യമുണ്ട്. ആയിഷ ബീവിയോടുള്ള സ്നേഹം കന്യകയായതുകൊണ്ടാണ്, കിളുന്ത് പെണ്ണായതുകൊണ്ടാണ്, മുഹമ്മദ് സ്ത്രീലംബടനാണെന്ന് പറഞ്ഞ വിമർശനത്തിന്റെ ഇരിപ്പിന്റെ അടയാളങ്ങൾ
ഒരാളോട്, രവിചന്ദ്രനടക്കമുള്ളവരോട് എന്താണ് സ്നേഹ കൂടുതലിന്റെ കാരണമെന്നറിയോ? അതൊന്നും നീ 1000 വർഷം തപസ്സിരുന്നാലും നിന്റെ മനസ്സിൽ വരാത്ത ചിന്തയാണത്. യുക്തിവാദികളെ, 1000 ജന്മമെടുത്താലും നരനായും നരിയായും ജന്മമെടുത്താലും ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്റെ ഹബീബിനല്ലാതെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ഹബീബും കൂടെ ഒരു പുതപ്പിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കാണ്. സ്വകാര്യ നിമിഷമല്ല, വാതിൽ കുറ്റിയിട്ടിട്ടില്ല. ആ സമയത്ത് ഫാത്തിമ ബീവി വന്നു, സലാം പറഞ്ഞു. എന്തേ മോളെ, ചുരുക്കി പറയാ സമയമായതുകൊണ്ട്, എന്തേ മോളെ, യാ റസൂലല്ലാഹ് ഇന്ന അസ്വാദക യുനാശിദിനകൽ അദിലബി ബിനതി ബിനി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകന്റെ മകളോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളോട് ഒരൽപ്പ സ്നേഹം കൂടുതലാണെന്ന് ബാക്കിയുള്ളവർക്ക് പരാതിയുണ്ട്. അത് പറയാനെന്ന് പറഞ്ഞു വിട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടുമില്ല. കുറെ കഴിഞ്ഞപ്പോ മുത്ത് ഹബീബ് ചോദിച്ചു, മോളെ ഫാത്തിമ, അമാ തുഹിബ്ബീന ബിമാ ഉഹിബ്ബു, നിന്റെ വാപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്കും ഇഷ്ടമാണോ? അതേ ഉപ്പ. എന്നാൽ അഹിബ്ബി ആയിഷ, നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്. ആയിഷ ബീവിയെ നീ ഇഷ്ടം വെച്ചോ ഫാത്തിമ. ഉപ്പാന്റെ മറുപടി, മോളുടെ മറുപടി, എന്തൊരു വീടാണ്, എന്തൊരു വീടാണ്. ഉഖബാ തേരി ഗലീമേ ഉഖറാ തേരി ഗലീമേ. ദുനിയാവും അങ്ങയുടെ മദീനയിൽ, ആഖിറവും അങ്ങയുടെ മദീനയിലാണ് നബിയേ. ആയിഷ ബീവി തിരിച്ചുപോയി. ഭാര്യമാര് ചോദിച്ചു, എന്തേ ഫാത്തിമ? ഇല്ല ഇല്ല, ഞാൻ ഇനി പോവില്ല. ഞാൻ പറഞ്ഞപ്പോ എന്നോട് കൂടി സ്നേഹിച്ചോളാൻ പറഞ്ഞു. ആയിഷ ബീവിയെ ചൂണ്ടിക്കാണിച്ച് ആയിഷ ബീവി പറയാണ്, മോള് പറഞ്ഞിട്ടും കേൾക്കാതെ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ഇച്ചിരിയും കൂടെ ഹുബ്ബ് കൂടി. അവര് പറഞ്ഞില്ല, ഫാത്തിമ നീ പറഞ്ഞാലേ വാപ്പ കേൾക്കൂ, ഇനി ഞാൻ പോകുന്ന പ്രശ്നമില്ല. എല്ലാ ഭാര്യമാരും വിട്ടുകൊടുത്തില്ല. അവര് പറഞ്ഞു, സൈനബേ നീ പോയി പറയ്. കാരണം ആയിഷ ബീവിയോടൊത്ത് സൗന്ദര്യത്തില് ഒരേപോലെ നിൽക്കുന്ന പെണ്ണാണ് സൈനബ്. സൈനബ് ബീവിയെ പറഞ്ഞു വിട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൈനബ് ബീവി നല്ല പെണ്ണാ, ധാരാളം ഖുർആൻ ഓതും ദിക്ർ ചൊല്ലും. പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, വലാകിൻ ഒരു മുൻകോപം കൂടുതലാണ്. സൈനബ് നല്ല പെണ്ണാണ്, നല്ല നോമ്പും നിസ്കാരവും ഒക്കെ ഉണ്ട്. പക്ഷേ മുൻകോപം കൂടുതലാണ്. അങ്ങനെ ഒത്തിരി സൈനബുമാരി കൂട്ടത്തിലുണ്ടാവും. നിക്കാരുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ തലശ്ശേരി ഒരു ഭാര്യയും ഭർത്താവും എതൊരു സീറ്റ് ഇരുന്നിട്ട് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് കൊഞ്ചിക്കൊഴഞ്ഞ് തത്ത ഇരുന്നിട്ട് കൊഞ്ചണമാരി കൊഞ്ച. ഞാൻ അപ്പുറത്തെ സീറ്റ് ഇരിക്കുകയാണ്. പരമാവധി എന്ന് നോക്കിയാൽ എന്നാ വിചാരിക്കേണ്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ ലാഭമില്ലാതെ അത് പറഞ്ഞു. ആണ്ടിലൊരിക്കലും വെണ്ടാട്ടിയേക്കാൻ ഒരു മനുഷ്യരിക്കണമെന്നൊരു ബോധം അവിടെ വേണ്ട. അതുമില്ല. ഞാനിങ്ങനെ ആലോചിച്ച് പടപ്പം നമുക്ക് ഈ കുടുംബജീവിതം സത്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ പ്രസിഡന്റ് പൊക്കി ഒരു സ്ഥലത്ത് തിരക്ക് കൊണ്ട് വരാൻ പറ്റൂല. എന്ത് തിരക്ക് മനുഷ്യന്മാരെ, സ്വന്തം മക്കളെ കാണാൻ പറ്റാത്ത തിരക്ക്, ഭാര്യയോടൊക്കെ അല്പനേരം ഇരിക്കാൻ പറ്റാത്ത തിരക്ക്, വലിയ വലിയ തിരക്ക് മേൽവിലാസം കിട്ടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ കളിയും ചിരിയും, നമ്മുടെ മക്കളുടെ കുസൃതി, നമ്മുടെ ഭാര്യയോടൊക്കെ സമാധാനത്തോടെ പറയാൻ പറ്റാത്ത ചില പങ്കിടാൻ പറ്റാത്ത സമയം. അത് വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം കൂടിയപ്പോഴാണ് ഞാൻ കത്തീവിലേക്ക് ഉപേക്ഷിച്ചിട്ട് ഒതുങ്ങിക്കൂടി. അതെന്നാ തിരിച്ച് ഇനി എന്നാ എന്റെ മോളിലെ കൊഞ്ചലും കുസൃതി ഞാൻ കാണുക. അവൾക്കിപ്പോ 10 വയസ്സായി. ഇവിടെ ഇറങ്ങാൻ നേരത്ത് ഒന്ന് പോകണ്ട. നമ്മുടെ മക്കളുടെ ഈ ഭാര്യയുടെ കൂടെ അല്പനേരമൊക്കെ ചെലവഴിക്കുക. നിങ്ങൾ ഈ ആ കടയുടെ മേശയുടെ വലിപ്പിൽ നിന്ന് പിടിപിടി. മിക്ക കച്ചവടക്കാരൊന്നും കുടുംബജീവിതമൊന്നുമില്ല. 8 മണിക്ക് പോകും, 12 മണിയാകുമ്പോൾ വരും. വന്നിട്ട് പിന്നെ ഈ ഉറക്കത്തിലും വിരൽ വെച്ചുണ്ട്. ആ മേശയുടെ വലിപ്പിൽ നിന്ന് പിടിപിടി. മരിക്കണേനും ഭാര്യ മക്കളെ കൂടെ വിളിച്ച് കുടുംബജീവിതം. പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെറിയ ടൂറൊക്കെ പോകണം. ഭാര്യയുടെ ആരുടെ പിന്നെ പോകുക? ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് 2-3 ദിവസം പോണ അവിടെ ചില പകയന്മാരുണ്ട്. ഞാൻ പോകില്ല. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഉള്ളിലുള്ള ഈ സാധനം ആർക്കാണ്? എനിക്ക് സ്നേഹമുണ്ട് ഉസ്താദേ, പക്ഷെ അതെന്റെ ഉള്ളിലാണ്. ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്നേഹം ആർക്ക് വേണം? മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണാൻ പ്രകടിപ്പിക്കാനുള്ളത്.
ഹബീബായ നബി തങ്ങൾ ഇടയ്ക്ക് വിളിക്കും യാ ആഷ്. ആയിഷ എന്ന് വിളിക്കില്ല, യാ ആഷ്. ആഷേ നീ എവിടെയാണ്? അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായിയെ വിളിക്കുന്നത് ആഷ് എന്നാണ്. അത് കേട്ടിട്ട് എത്ര പെണ്ണുങ്ങൾ കണ്ടാ വിളിക്കുന്നത്, അവർ എത്ര വലിയ ആളുകളാണ്. എന്റെ ഹബീബ് ആയിഷ ബീബി ആഷ് എന്ന് വിളിക്കാറുണ്ട്. സമയമില്ല സഹോദരാ, അവസാനിപ്പിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹാ ആ ദമ്പതികൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അവസാനം കോഴിക്കോട് ട്രെയിൻ നിർത്തി ഇറങ്ങാൻ നേരത്തെ പോയപ്പോൾ എന്നോട് ഉസ്താദേ ദുആ ചെയ്യണേ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഏതായാലും അല്ലാഹു റാഹത്താക്കട്ടെ. നിങ്ങളുടെ ആ ഒരു കുടുംബ ജീവിതവും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം. അല്ലാഹു നിങ്ങളുടെ സ്നേഹം നിലനിർത്തി തരട്ടെ. ആ ചെറുപ്പക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടി നിർത്തി. ഇത് വന്ദേ ഭാരത് ആയതുകൊണ്ട് വാതിലടയും തുറക്കും. അതിന്റെ ഇടയിൽ ഈ പെണ്ണ് വെളിയിലോട്ട് ഇറങ്ങി. ഇയാൾ എന്റെ അടുത്ത് ഒരു ഉസ്താദെ കാര്യമായിട്ട് ദുആ ചെയ്തു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്റെ പൊന്നുസ്താദെ, ഇതിന് ദേഷ്യം വന്ന പിന്നെ ഈ കാണുന്നല്ല. എന്നിട്ടാണ് ഇങ്ങനെ നോക്കുക, അത് കേട്ടാൽ എല്ലാം ഉസ്താദെ ദേഷ്യം വന്നാൽ തീർന്നു, എല്ലാം പോയി. പിന്നെ ഇത് തുടങ്ങിയാലോ ആ കല്യാണം കഴിക്കണം അന്ന് ഒരു കൂടെ 20 വർഷം കഴിഞ്ഞ വഴക്ക്. ഇത്രയും ഓർമ്മ, ലോകത്തെ ഏറ്റവും ഓർമ്മയുള്ള സംഭവം. വടക്ക് തുടങ്ങിയ 12 വർഷം മുമ്പ് എനിക്കെന്ന് തലവേദന വന്ന് തല പൊളിഞ്ഞു കിടക്കണം. ഇത്ര ഓർമ്മയുള്ള ഒരു സാധനം ഏറ്റവും മറവി അറിയാം. പെണ്ണുങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും ഓർമ്മ, ഒരു നന്മയും ഓർമ്മയുണ്ടാവില്ല. ആ സൈനബ് ബീവിക്ക് വരാത്ത ദേഷ്യമാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കടന്നു നിന്നു. ആയിഷ ബീവി കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഇന്ന സുവാദക യുനാശിദനകൽ അദ്ലബി ബിനതി ബിനി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകന്റെ മകളോട് ആയിഷയോട് സ്നേഹമെറ്റിൽ കൂടുതലാണ്. അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിന് ഞങ്ങൾക്ക് പരാതിയുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് സൈനബ് ബീവിയുടെ സ്വഭാവം അറിയാനായി. സൈനബ് ബീവി നല്ല കലിപ്പിലാണ്, കട്ടക്കലിപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ചില സമയത്ത് മൗനമാണ് ഏറ്റവും വലിയ വജ്രായുധം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പക്ഷേ ഹബീബായ നബി തങ്ങൾ ഒന്നും മിണ്ടാതിരുന്നപ്പോ എനിക്ക് പരിഭവം വന്നു. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തിരിച്ചു പറയാതിരുന്നത്, പൊന്നുമോളോട് എന്തെങ്കിലും പറഞ്ഞാല് വാപ്പാക്ക് ദേഷ്യമാകുമെന്നറിയാ. അതുകൊണ്ട് മോളായതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. പക്ഷെ ഇത് സൈനബല്ലേ, എനിക്കും അവൾക്കും ഒരേ അവകാശമല്ലേ. എന്നാൽ റസൂലുള്ള മിണ്ടുന്നുമില്ല. പലപ്പോഴും ഭാര്യമാര് പറയാറില്ലേ, അവര് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ മിണുങ്ങിയിരുന്നതെന്നാ മിണ്ടാത്തതല്ല. മറുപടി പറയണ്ടേ, പറയേണ്ടടത്തെ മറുപടി പറയാവൂ എന്ന് മുത്തു റസൂല് പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അങ്ങ് തിരിച്ചു പറഞ്ഞു, സൈനബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവകാശം എനിക്കുമില്ലേ. പിന്നെന്തിനാ നീ പറയുന്നത്? സൈനബ് ബീവി വിട്ടുകൊടുത്തില്ല. അതെന്താ, എനിക്കായാലെന്താ? രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമായി. രണ്ടുപേരും തമ്മിലുള്ള വാക്ക് തർക്ക ശക്തിയായി മുമ്പോട്ട് പോയി. അവരെ രണ്ടുപേരും ആ പെണ്ണും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തോ ഒരവസ്ഥയാണ്. രണ്ട് ഭാര്യമാര് വാക്കുകൊണ്ട് ഏറ്റുമുട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഒന്നും മിണ്ടാതെ നടുക്കിങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി നിസ്സഹായനായിട്ടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിന്റെ അടിത്തറയുടെ പാഠം പഠിപ്പിക്കാൻ. പെണ്ണും തമ്മിൽ വഴക്കുണ്ടായാൽ, ആണും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പോലെയല്ല. ആണുങ്ങളെ വഴക്കുണ്ടായാൽ ഒരടിയിൽ തന്നെ അവസാനിക്കും. പെണ്ണാണെങ്കിലോ അതിങ്ങനെ നീണ്ടുപോകും. അല്ലെങ്കിൽ മോയി കുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ അവസാനിക്കണം. പിടിവിട്ട് സിന്നും പറിത്താരോ അത് താലിയും മലേ മറുത്താരോ. രണ്ടാളെ താലിമാല പൊട്ടണം, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പല്ലൊടിയണം. ഈ സഹോദരിമാരെ, നമ്മുടെ ഈ റമദാന്റെ അവസാനത്തെ രാത്രിയിൽ പകലിലൊരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് പള്ളിക്ക് വേണ്ടി ചെയ്യാൻ. നിങ്ങളിത് സദഖ ചെയ്യണേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
സൈനബേ പറഞ്ഞു തീർന്നോ? ആ നബിയെ പറഞ്ഞു തീർന്നു. സൈനബേ നിനക്ക് മതിയായോ? എനിക്കും മതിയായി നബിയെ. ഹബീബായ നബി ഞങ്ങളെ സൈനബ് ബീവിയോട് പറഞ്ഞു, സൈനബേ നിങ്ങളെ പറഞ്ഞ പരാതി സത്യമാണ്. ആയിഷ ബീവിയോട് നിങ്ങളെക്കാൾ സ്നേഹം എനിക്ക് അല്പം കൂടുതലാണ്. അതവള് ചെറുപ്പമായതുകൊണ്ടല്ല, അവള് കന്യകയായതുകൊണ്ടല്ല, ആയിഷയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല. തന്റെ കൂടെ പുറപ്പിന്റെ അടിയിൽ കിടക്കുന്ന ആയിഷ, പാതി മറിച്ച പുറപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ആയിഷ ബീവിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇതാരാണ് ഈ കിടക്കുന്നതെന്നറിയോ? ഫൈനഹാ ബിന്തു സിദ്ദീഖ്. ഇതെന്റെ സിദ്ദീഖിന്റെ മോളാ, ഇതെന്റെ സിദ്ദീഖിന്റെ മോളാ. എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചപ്പോ എന്നെ ചേർത്ത് പിടിച്ചെന്റെ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ താങ്ങി നിർത്തിയ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും മടിച്ചു നിന്നപ്പോ തന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തന്ന എന്റെ ജീവിതത്തിൽ ഒരു ആശയും പ്രതീക്ഷയും നിന്ന എന്റെ സിദ്ദീഖിന്റെ മോളാണ്. അവളുടെ വാപ്പയോടുള്ള സ്നേഹമാണ് അവളോട് കാണിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ പെങ്ങളെ മാത്രമല്ല, സമയമില്ലാഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞത് പ്രസംഗം ഏകപക്ഷീയമാകാതിരിക്കാനാണ്. നിന്റെ ഭാര്യയുടെ ഉപ്പയെ, ഭാര്യയുടെ ഉമ്മയെ, അവളുടെ കുടുംബത്തെയും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഒന്നുമില്ലാത്ത സമയത്തൊരു കച്ചവടം തുടങ്ങി നിനക്കിന്ന് പൈസ തന്നെങ്കിൽ ആ വാപ്പ പൊരിവയിലത്ത് വേർപ്പൊലിച്ചിട്ടുണ്ടാക്കിയ സ്വർണം മോൾക്കിട്ട് കൊടുത്തത്, അത് വിറ്റിട്ടാണ് നീ ആദ്യത്തെ വണ്ടി വാങ്ങിയത്, അത് വിറ്റിട്ടാണ് നീ കച്ചവടം തുടങ്ങിയത്. നിന്റെ ഉയർച്ചയിൽ നിന്റെ ഭാര്യയുടെ പിതാവിന്റെ പാവപ്പെട്ട ആ സാധുവിന് പങ്കുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഇരുഭാഗത്ത് നിന്ന് കൂട്ടി നിർത്തണേ, അല്ലാത്തവർക്ക് നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സ്വീകരിക്കട്ടെ.